മാന്നാർ ചാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഉണ്ണിമുകുന്ദൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാൻ പോകുന്ന ഒരു പുതിയ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ആ സിനിമ ഒരു സൂപ്പർ ഹീറോ സിനിമ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സിനിമയിൽ കഥയൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗോകുലം ഗോപാലനായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ സിനിമ എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളത്. ശരിക്കും ഉണ്ണിമുകുന്ദൻ്റെ ഒരു ഡയറക്ടോറിയൽ വരുന്ന ഒരു ആദ്യത്തെ ചിത്രമാണ്. അതായത് ഒരു വലിയൊരു വിജയമായി മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഇനി നായകൻ ഉണ്ണിമുകുന്ദൻ തന്നെ ആണോ എന്നും നമുക്ക് ഡൗട്ടുണ്ട്. എന്തായാലും അത് ഇനിയും കണ്ടു തന്നെ അറിയുന്ന ആരാണ് നായകൻ, എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ കാർത്തി സുബരാജ് കോമ്പിനേഷൻ ഒന്നും കൂടെ വരുന്നതാണ് കേൾക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു റെട്രോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കേരളത്തിലാണ് ആ സിനിമ ഇറങ്ങിയാണെങ്കിൽ മിക്സഡ് റിപ്പോർട്ട് വന്നു. തമിഴ്നാട്ടിൽ മിക്സഡ് റിപ്പോർട്ട് വന്നു ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ. പിന്നെ ആ സിനിമയ്ക്ക് ഇപ്പം പോസ്റ്റ് റിപ്പോർട്ടൊക്കെ വന്ന് ഏകദേശം ആ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 65 കോടിയാണ്. അപ്പോൾ 2D എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിനാണ് ഈ സിനിമ വന്നത്. അതുകൊണ്ട് സൂര്യക്ക് സാലറി ഇല്ലാതെ തന്നെയാണ് സൂര്യ ചെയ്തത്. കാരണം പുള്ളിയുടെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസ് ആയതുകൊണ്ട്. അപ്പോൾ ഈ സിനിമ ഏകദേശം ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് നല്ല രീതിക്ക് തന്നെ കവർ ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു വീക്കെൻഡോട് ഇതിന് ഇപ്പോൾ എത്രത്തോളം കളക്ഷൻ കിട്ടിയെന്നുള്ളത് അവർ പുറത്ത് വിടും. എന്തായാലും ആ ഒരു കളക്ഷൻ റിപ്പോർട്ട് എത്രത്തോളം നമുക്ക് കാത്തിരിക്കാം. പിന്നെ കാർത്തി സുബരാജും സൂര്യയും ഒരു വലിയ സ്കെയിലുള്ള ഒരു ചിത്രമായിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. റെട്രോയ്ക്ക് മുന്നേ ഈ ഒരു സിനിമയുടെ കഥയായിരുന്നു സൂര്യയോട് പറഞ്ഞിരുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഡേറ്റിംഗ് ഇഷ്യൂ കാരണം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു സിനിമ ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് റെട്രോ ചെയ്തത്. എന്തായാലും ആ ഒരു വലിയ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും അതൊരു വലിയൊരു സംഭവമായിരിക്കും. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടരും സിനിമയുടെ HD പ്രിന്റ് ലീക്ക് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം തരം നല്ലൊരു സിനിമയെ നമ്മൾ നശിപ്പിക്കാൻ നോക്കരുത്. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ നല്ല നിറഞ്ഞ സദസ്സോടുകൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മലയാളത്തിൽ നിന്ന് തന്നെ ഏകദേശം ഈ സിനിമ 100 കോടി നേടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി നേടാനുള്ള എല്ലാ സാധ്യതയും ഈ സിനിമയിൽ നിന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ തമിഴ് വേർഷൻ ആണെങ്കിൽ മെയ് 9-ാം തീയതി റിലീസാകാണ്. ഇനിയും കേരളത്തിലൂടെ തമിഴ്നാട്ടിലും പോയി സിനിമ പൊളിക്കാൻ പോകണം. ഏകദേശം തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് വരുന്നത്. എന്തായാലും അവർക്ക് നല്ല രീതിക്ക് ഈ പടം കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മെയ് 9-ന് ഈ സിനിമ തമിഴ്നാട്ടിലേക്ക് റിലീസാകാണ്. അപ്പോൾ അവിടെയും ഈ ഒരു സിനിമ വലിയ ഹിറ്റാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കും. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദുൽഖർ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അതൊരു മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കുറേ നാളെ നമ്മുടെ ദുൽഖറിൻ്റെ ഒരു മലയാള ചിത്രം ഇറങ്ങിയിട്ട്. അപ്പോൾ നഹാസ് അദ്ദേഹത്തെ സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ദുൽഖറിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് മലയാളത്തിൽ റിലീസാകാൻ പോകുന്ന ചിത്രം. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് കാസ്റ്റൊക്കെ ആണെങ്കിൽ അവർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തമിഴിലെ മികച്ച സംവിധായകനും ഏകദേശം ഇപ്പോൾ നല്ലൊരു നടനുമായി മാറിയിരിക്കുന്ന മിസ്കിനൊക്കെ ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കിൽ എന്ന് പറഞ്ഞ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം കിൽ ചിത്രത്തിൻ്റെ കാര്യം ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ വില്ലനായിട്ട് അഭിനയിച്ച ആൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ സിനിമ ശരിക്കും ഭയങ്കര എക്സ്പെക്ടേഷനോട് കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ വളരെ വലിയതായിട്ട് കാത്തിരിക്കുകയാണ്. അടുത്ത സിനിമ ജോർജ് ജോർജിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു പണി എന്ന് പറയുന്ന സിനിമ. പുള്ളി തന്നെ സംവിധാനം ചെയ്ത പുറത്തിറങ്ങിയ സിനിമയാണ്. ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ. ഈ സിനിമ വളരെ വലിയൊരു വിജയമായി മാറിയ ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ 2ാം ഭാഗം വരുവാണ്. ഏകദേശം അതിൻ്റെ ഒഫീഷ്യലായിട്ട് ഒരു പോസ്റ്ററൊക്കെ വിട്ടിട്ടുണ്ട് പണി 2 എന്ന് പറഞ്ഞ്. എന്തായാലും ഈ സിനിമയാണെങ്കിൽ ഇതിൻ്റെ ഷൂട്ട് ഉടനെ തന്നെ തുടങ്ങുമെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഇനിയിപ്പം പുതിയ വില്ലന്മാരൊക്കെ ആയിരിക്കും ഈ സിനിമ. ഇനി ആരാണ് ഏതാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഇനിയും കാത്തിരുന്ന് തന്നെ കണ്ടിരിക്കുന്നു. എന്തായാലും ഈ സിനിമയും ഫസ്റ്റ് പോലെ തന്നെ വലിയൊരു വിജയം മാറുമെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. കാരണം ജോജോൻ്റെ ആ ഒരു ഡയറക്ഷൻ നമ്മൾ കണ്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയതാണ്. നല്ല രീതിക്ക് തന്നെ സ്ക്രീൻ പ്ലേ ഒക്കെ ആണെങ്കിലും നമ്മളെ നല്ലതായിട്ട് പിടിച്ചിരിക്കുന്ന രീതിക്കാണ് അദ്ദേഹം ആ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. എന്തായാലും പണി 2 ഉറപ്പായിട്ടും നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു വലിയൊരു ഹിറ്റാകാൻ സാധ്യതയുള്ള ചിത്രമാണ്. പിന്നെ വെളിയിലോട്ടൊക്കെ ഒത്തിരി പോയിട്ടുണ്ടായിരുന്നു. തമിഴിലൊക്കെ ഈ സിനിമയ്ക്കും നല്ലൊരു പേര് വാങ്ങിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും 2-നും നല്ലൊരു കാത്തിരിപ്പായിരിക്കും എല്ലായിടത്തും. എന്തായാലും ഈ ഒരു സിനിമയെ നമ്മൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ചിത്രമാണ്. പിന്നെ അടുത്ത വലിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആട് 3. നമ്മൾ മലയാളികൾക്കൊക്കെ ഒരു വികാരമാണ് ആടെന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ആ ഒരു ആട് 3 ഷാജി പപ്പനും പിള്ളേരും വീണ്ടും വരുവാണ്. അപ്പോൾ ഈ പ്രാവശ്യം വരുന്നത് ഒരു പുതിയൊരു പരീക്ഷണമായിട്ടുള്ള രീതിക്കത്തെ ഒരു സ്റ്റോറി ആയിരിക്കും എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഈ മാസം അവസാനത്തോടെ തുടങ്ങുമെന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഈ സിനിമ ക്രിസ്മസ് റിലീസായിട്ട് പുറത്തിറക്കാനാണ് ഇതിൻ്റെ ഒരു പ്ലാൻ എന്നാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. കുറച്ചുകൂടെ ബഡ്ജറ്റ് വൈസ് ഒക്കെ ചെറിയൊരു വലിപ്പമുള്ള ഒരു സിനിമയായിരിക്കും ആട് 3 എന്നാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിക്കത്തെ ഒരു ജനറൽ ആയിരിക്കും ഈ സിനിമയുടെ എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ ലാലേട്ടൻ സിനിമയുടെ സെറ്റിൽ നെൽസൺ സംവിധായകനായിട്ടുള്ള തമിഴിലെ ജയിലർ എന്ന് പറഞ്ഞ വലിയൊരു ഹിറ്റ് കൊടുത്ത സംവിധായകനായിട്ടുള്ള നെൽസനാണ് ചെന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സിനിമയിൽ വലിയൊരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ലാലേട്ടൻ. ചെറിയൊരു കുറച്ച് നേരെ പുള്ളി ഉണ്ടെങ്കിലും ഉള്ള സമയം അടിപൊളിയായിരുന്നു. അത്ര നല്ല സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതിൽ ലാലേട്ടൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് മാത്യു എന്നാണ്. അപ്പം എല്ലാവരും പറയുന്നത് ഇപ്പോൾ ആ ഒരു മാത്യുവിൻ്റെ റോളിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ആണ് നെൽസൺ അവിടെ ചെന്നതെന്നാണ് പറയുന്നത്. ശരിക്കും ജയിലർ 2 ഷൂട്ട് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിന് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഇനി വരാൻ പോകുന്നതൊക്കെ വലിയ സംഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.